നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ മധുസൂദനെ യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, രവീന്ദ്രൻ നിങ്ങളുടെ ഭാഗ്യമാണ്, നിങ്ങളുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞു. സച്ചിക്കൊട്ടും അങ്ങോട്ട് സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നതുണ്ട്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞതേ അമ്മയാ വന്നേന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ കലാവതി അച്ഛമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദന്റെ മുഖമൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് മാറി. ആ സമയം സച്ചി പറഞ്ഞു, ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞു. ഈ സമയം മധുസൂദൻ പറഞ്ഞു, എങ്കിൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്മ വന്ന സ്ഥിതിക്ക് അമ്മയൊന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് മധുസൂദന് വല്ലാത്തൊരു ടെൻഷനായി. കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി എന്ന് സംഭവിച്ചൊക്കെ. അന്ന് തന്റെ മർമ്മം നോക്കി ഒരെണ്ണം തന്ന, താൻ അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് തനിക്ക് ശിക്ഷ തന്ന, അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുവാണ്. ആ സമയം സച്ചി അങ്ങോട്ട് ചെന്നു. അതെ, ഓട്ടോറിക്ഷ കൂടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. കൊടുത്തോ? എങ്ങനെ? അതൊക്കെ ആ ഫോണിൽ കൂടെ കൊടുത്തെന്ന് പറഞ്ഞു. അച്ഛമ്മ ഇപ്പൊ ഇതൊക്കെ പഠിച്ചോ? അച്ഛമ്മയ്ക്ക് ഇതൊക്കെ അറിയാവോ? പിന്നെ എന്റെ വീടിന്റെ അടുത്ത് കുറച്ച് ജെൻസി പിള്ളേരുണ്ട്, അവര് പഠിപ്പിച്ച എന്നെ ഇതൊക്കെ. ആഹാ, അത് കൊള്ളാലോ. അല്ല, ഇത് ആരുടെ കാറ്? അതോ, അതൊരു മാരണത്തിന്റെയാ. മാരണത്തിന്റെയോ? എന്തൊക്കെയാടാ നീ പറയണേ? എടാ, നീ ഒരു ക്ലൂ തരാൻ പറഞ്ഞു. ക്ലൂവോ? അതും ജെൻസി പിള്ളേര് പഠിപ്പിച്ചാണോ? അതേന്നേ. എങ്കിൽ പറയാം. എങ്കിലേ മർമ്മന്ന് കൈയും കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. മർമ്മോ? അതാരാ? വല്ല മർമാണിയാണോ വന്നിരിക്കുന്നത്? ഒന്ന് പോ അച്ചമ്മേ, അതൊക്കെ അകത്ത് കയറി കഴിയുമ്പോൾ കാണാന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അച്ചമ്മ കയറി വരുമ്പോഴത്തേനും മധുസൂദന്റെ അവിടെ നിൽക്കുന്നുണ്ട്. മധുസൂദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ചമ്മയുടെ മനസ്സിൽ കൂടെ പഴയ കാര്യങ്ങളൊക്കെ മിന്നിമായുവാണ്. പെട്ടെന്ന് അച്ചമ്മ രൂക്ഷമായിട്ട് മധുസൂദനെ നോക്കുമ്പോ മധുസൂദനൻ പറഞ്ഞു, അതെ അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മർമ്മം കാണിക്കുകയാണ്. ഈ സമയം സുധി ചോദിച്ചു, അല്ല അച്ഛമ്മ എന്തായി കാണിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മധുസൂദനൻ പറഞ്ഞു, അത് പിന്നെ അമ്മ വെറുതെ തമാശയ്ക്ക് ഓരോന്നും. തമാശയൊന്നും അല്ല മധുസൂദന, നിനക്ക് മനസ്സിലായ കാര്യമല്ലേ മുമ്പത്. അത് പിന്നെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അന്നത്തെ മധുസൂദനൻ അല്ല ഇപ്പം ആള് വേറെയാന്ന് പറഞ്ഞു. അതെ, അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ശരിക്കും വർഷം എപ്പോഴും പറയാറുണ്ട്, അമ്മയാണ് ഈ കുടുംബത്തെ എല്ലാവരും മുന്നോട്ട് നയിക്കുന്ന ഐശ്വര്യം എന്നൊക്കെ പറയാറുണ്ട്. ഈ സമയത്ത് കലാവതി അച്ഛമ്മയുടെ മനസ്സിലേക്ക് അന്നത്തെ ആ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അന്ന് ഇയാൾ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിങ്ങളാണ് ആ കുടുംബത്തിന്റെ എല്ലാം എന്ന്. അതൊക്കെ വെറും നിങ്ങളുടെ തോന്നല് മാത്ര, ഒന്നുമല്ല. നിങ്ങളെ ഞാൻ ബഹുമാനിക്കാനൊന്നും പോകുന്നില്ല. അവിടെ ഇവിടെ അടങ്ങി ഒതുങ്ങി പോയി ഇരിക്കാൻ നോക്ക്. എന്റെ അടുത്ത് ആളാവാൻ വന്നാ ഉണ്ടല്ലോ. അതൊക്കെ അച്ഛമ്മയുടെ മനസ്സിൽ കൂടെ മിന്നിമായുമ്പോ മധുസൂദനൻ പറഞ്ഞു, അമ്മേ, അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പണത്തിന്റെ അഹങ്കാരം അതൊക്കെ എന്റെ തലയ്ക്ക് പിടിച്ച വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പണമാണ് എല്ലാം എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോഴെനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ ആകെപ്പാടെ മാറി. അമ്മേ, എന്നോട് ക്ഷമിക്കുകയും പൊറുക്കണം, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കാലിലേക്ക് അങ്ങോട്ട് വീണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എഴുന്നേക്കളാന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ നിന്നെ ഞാൻ അനുഗ്രഹിക്കാനൊന്നും പോകുന്നില്ല. നീ എത്ര നല്ലവനാന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ മധുസൂദനൻ പറഞ്ഞു, അമ്മയ്ക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെയാണ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ മധുസൂദനൻ പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ യാത്ര പറഞ്ഞ് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രനെ വിളിച്ചു. വാ രവീന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അച്ഛമ്മ, വർഷം എന്നെ ശ്രീകാന്തനെ കെട്ടിപ്പിടിക്കുകയാണ് എന്റെ മക്കളെന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു സന്തോഷമായെന്നും പറഞ്ഞ് അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പേരക്കുട്ടികളല്ലേ വരാനായിട്ട് പോകുന്നേ. ഈ സമയത്ത് മധുസൂദൻ രവീന്ദ്രന്റെ തോളത്ത് കൈയിട്ടിട്ട് ചോദിച്ചു, വീശു പോന്ന് ചോദിച്ചു. വീശാനോ? എന്ത് വീശുന്നേ? ഫിഷറിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചേ? അതല്ല, രണ്ടെണ്ണം അടിക്കുമെന്ന്. എനിക്ക് അങ്ങനത്തെ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലില്ലേ? അതെ, ഇടയ്ക്കൊക്കെ ഇച്ചിരി അടിക്കുന്നല്ല, ഒന്നുമല്ലേ റിട്ടയർമെന്റ് ലൈഫ്, അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ സച്ചി അങ്ങോട്ടേക്ക് വന്നെ. സച്ചി ഇത് കേട്ടു. ഓഹോ, അപ്പൊ എന്റെ അച്ഛനെ കൊണ്ട് മദ്യപിപ്പിക്കാനല്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ മധുസൂദൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലട മോനെ. രവീന്ദ്ര, ആലപ്പുഴ ഞങ്ങൾക്ക് ഹൗസ് ബോട്ടാണെന്ന് അറിയാലോ, നമുക്കൊരു ദിവസം അവിടെ കൂടാന്നേ, അവിടെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛനെ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? അവിടെ കൊണ്ടേ കായലും മുക്കി കൊല്ലാനായിരിക്കും കുടിപ്പിച്ചിട്ട്, അത് നിങ്ങളുടെ മനസ്സിലിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ദേ അച്ഛൻ മിണ്ടരുത്, ദേ മര്യാദയ്ക്ക് പൊയ്ക്കോണം. അപ്പോഴേക്കും മധുസൂദൻ പറഞ്ഞു, അത്രയ്ക്ക് വലിയ ക്രൂരത ഞാൻ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്ന എനിക്കറിയാം. മര്യാദയ്ക്ക് പോകുന്നതന്നെ നിനക്ക് നല്ലത്. അയാൾ വന്നിരിക്കുന്നു പുതിയ അഭിനയമായിട്ട്. ഒടുവില് മധുസൂദന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതെ, കള്ളക്കരച്ചിലും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട, മര്യാദയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ചീത്ത പറയണം. മധുസൂദന ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കാറും എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും
സച്ചി രവീന്ദ്രനും കൂട്ടി അകത്തേക്ക് കയറി പോന്നു. പിന്നീട് സച്ചി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഓരോ നാടകമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കോ വർഷയുടെ അച്ഛന്. എനിക്ക് എന്താണ് അയാളുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, അയാളുടെ മാറ്റം വിശ്വസിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഒഴികെ ബാക്കി എല്ലാവരും കൈവെക്കുകയാണ്. വർഷം ഉൾപ്പെടെയാണ് കൈവെക്കുന്നത്. അപ്പോഴേക്കും രവീന്ദ്രനെ നോക്കി സച്ചി, അച്ഛനാള് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനും പെട്ടെന്ന് കൈപൊക്കി. ആ സമയത്ത് വർഷ പറഞ്ഞു, എന്റെ അച്ഛനല്ലേ ആള്, അച്ഛന്റെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല, ഞാൻ പണ്ട് മുതലേ കാണുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെ, വർഷം ഒന്നായി ഇതുവരെയായിട്ട് ഇവിടെ ഒന്ന് കയറി വന്ന മോളുടെ വിവരങ്ങളൊന്നും അന്വേഷിക്കാത്ത ആളാ. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മോളുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കണേ. സുധി പറഞ്ഞു, വർഷയുടെ അച്ഛനായതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാ, നേരത്തെ അയാൾ കാണിച്ചതൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു കാര്യം, ഇനി ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കൊന്നും വേണ്ട, അറിയാലോ. ഇനിയിപ്പോ വർഷമോളുടെ മുന്നിൽ വെച്ചേ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കണ്ട. ഇവളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ആരും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ വേദന, അതൊക്കെ ആ സമയത്ത് അങ്ങോട്ട് സഹിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സമാധാനിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, എന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞ് എല്ലാം തന്നിരിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ശ്രീകാന്ത് ഒന്ന് നോക്കണം. വർഷയ്ക്ക് ഈ പറയുന്ന സ്വത്തിനോട് അങ്ങനെ ആർത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ. സുധിയുടെ മുഖം വല്ലാതെയായി. എന്താടാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛമ്മ. അല്ല, അവളെ കണ്ടിട്ടില്ലോ ശ്രുതിയെ? പെട്ടെന്ന് ശ്രുതി പറഞ്ഞ, അത് പിന്നെ അച്ഛമ്മേ. അപ്പോഴേക്കും ചന്ദ്രമതി ആടിക്കറി പറഞ്ഞു, അവളെ ബാംഗ്ലൂർക്ക് പോയേക്കുക. ബാംഗ്ലൂർക്കോ? അതേമേ അവിടെ ഒരു കല്യാണ മേക്കപ്പിന് വേണ്ടി പോയേക്കുക. ഓ അതാണല്ലേ, വെറുതെ അല്ലേ ഇവന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ. ഭാര്യ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത്. നീ ആളെ കൊള്ളാലോടാന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. അച്ചമ്മയോട് കാര്യങ്ങൾ പറയാനും പറ്റില്ല. അമ്മ പറഞ്ഞേക്കുന്ന പറയരുതെന്ന. ഇനിയിപ്പൊ അച്ചമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല അച്ചമ്മേ, അച്ചമ്മ പറഞ്ഞായിരുന്നില്ല ഇവിടെ വന്നു കഴിയുമ്പം സച്ചിന്റെ ചെവിക്ക് പിടിച്ച് കിഴുക്കുന്നു, അതെന്തിനായിരുന്നു അച്ചമ്മയെന്ന് ചോദിച്ചു. അതോ, ഇങ്ങോട്ട് വാടാ സച്ചി എന്ന് പറഞ്ഞ് സച്ചിനെ അടുത്ത് വിളിച്ചു. എന്താ അച്ചമ്മേ? അച്ഛമ്മ എന്നെ കിഴുക്കാൻ വേണ്ടി വിളിക്കുന്നല്ലേ, അതിന് കാരണം അറിയണ്ടേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ചെവിയേൽ അങ്ങോട്ട് പിടിച്ച് തിരിക്കുകയാണ്. എടാ, ഞാൻ വെക്കുന്ന എല്ലാ മത്സരങ്ങളും നീയേ ജയിച്ചിട്ടുള്ളൂ, പക്ഷേ പ്രധാനപ്പെട്ട ഈ മത്സരത്തിൽ മാത്രം നീ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിയുടെ മുഖമൊക്കെ അവിടെ മാറി. ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛമ്മേ, അതിന് എന്നെ മാത്രം കിഴുക്കിയിട്ട് കാര്യമില്ല, ഇത് രേവതിയും കാരണക്കാരിയല്ലേ. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇവിടെ വരാൻ പറഞ്ഞു. രേവതിയുടെ ചെവിയിലും പിടിച്ചൊരു കിഴുക്ക് കൊടുക്കുവാണ്. അങ്ങനെ അവരുടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധി ഷോപ്പിലേക്ക് പോകാതിരുന്ന് കഴിഞ്ഞപ്പം ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എടാ നീ ഷോപ്പിൽ പോകുന്നില്ലേന്ന് ചോദിച്ചു. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, അവനാണെങ്കിൽ അങ്ങനെ ഷോപ്പിൽ പോയിപ്പോൾ കാണുന്നില്ലല്ലോ, ഇങ്ങനെ പോയിട്ടുണ്ട് ഷോപ്പ് പൂട്ടേണ്ട വരുമെന്ന് തോന്നേ. അല്ലമ്മേ, അത് പിന്നെ ഞാൻ ചെന്ന് കഴിയുമ്പോഴേ ശ്രുതി ഷോപ്പിലേക്ക് വരും, പിന്നെ അവൾക്ക് എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയും, പിന്നെ എനിക്കിനി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയാലോ. എങ്കിൽ പിന്നെ നീ ഷോപ്പിൽ പോകാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ അച്ഛമ്മ അത് പിന്നെ അമ്മ ഞാൻ മിണ്ടായില്ലേടാ അവിടെ എന്നും പറഞ്ഞൊരു ദേഷ്യപ്പെടുവാണ്. ആ സമയത്താണ് ഭാമ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാമ വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ചോദിച്ചു, എന്ത് സന്തോഷ വാർത്ത? രവീന്ദ്രൻ പറഞ്ഞു, അവളൊന്ന് പറഞ്ഞോട്ടെ. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, ആദ്യം ഈ സീഡ്സ് എടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം ചന്ദ്രമതി രവീന്ദ്രനെ നോക്കി. രവിയേടനടുത്ത് കഴിക്കുമൊന്നും വേണ്ട, ഷുഗർ ഉള്ള അല്ലേ? അതെ, ഒരിത്തിരി കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മധുരമൊക്കെ എടുക്കട സുധി എന്ന് പറഞ്ഞ് സുധിയോട് എടുക്കാൻ പറഞ്ഞു. അല്ല, എന്താടി വിശേഷിച്ച? അതോ, നീ ഒരു അമ്മൂമ്മയാവാൻ പോവുക. ഓ, അത് ശ്രീകാന്ത് ഒരു കുഞ്ഞു പിറക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഞാൻ അമ്മൂമ്മയാവാൻ പോവല്ലേ? എടി അതല്ല, സുധി ഒരു അച്ഛനാവാൻ പോവുക. സുധി ഞെട്ടി എഴുന്നേറ്റു. പെട്ടെന്ന് ചന്ദ്രമതി ഭാമയോട് ചോദിച്ചു, നീ എന്തൊക്കെയാ പറയണേ? ഞാൻ സത്യ പറയണത്. അതെ, വർഷ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് ശ്രുതിയെ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളെങ്ങാനും വീട്ടിൽ വന്നായിരുന്നോ? അയ്യോ, ഞാൻ അവളെ വീട്ടിൽ കയറ്റില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ, വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവളെന്നോട് പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കള്ളത്തരവാ, അവള് വെറുതെ പറഞ്ഞ, അവള് പ്രഗ്നന്റ് ഒന്നും അല്ല. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, അങ്ങനെ ആരെങ്കിലും ഗർഭിണിയെന്ന് കള്ളത്തരം പറയോ? പിന്നെ അവള് പറയും, അവൾ അതല്ല അതിലപ്പുറം പറയൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, അവള് കള്ളത്തരം പറഞ്ഞല്ല, അത് ശരിക്കും ഉള്ളത് തന്നെയായിരിക്കും, അവള് ഗർഭിണിയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് സുധിയെ. പെട്ടെന്ന് സുധി സന്തോഷത്തോട് കൂടിയിട്ട്, എടാ സച്ചിന്നും വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി സത്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പിടിച്ചു, അവിടെ നിൽക്കട, നീ എങ്ങോട്ട് പോന്നു? അല്ല, എല്ലാവരോടും പറയാം, മിണ്ടിപ്പോയേക്കരുത്. ഇതെങ്ങാനും അച്ഛമ്മ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചോദിക്കും എന്താ ഏതാ ഇങ്ങനെയെന്ന്. അപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടതായിട്ട് വരും. മിണ്ടിയേക്കരുത്, വർഷം പോലും മിണ്ടിയേക്കല്ലെന്ന് പറഞ്ഞു.
അമ്മേ എങ്കിൽ ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ, അവളെ വിളിച്ചോണ്ട് വരട്ടേന്ന് ചോദിച്ചു. എങ്ങോട്ട്? ഇങ്ങോട്ടോ? ഒരു കാരണവശാലും ഇല്ല, അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് സുതി നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.